ഹലോ, ഗുഡ് മോർണിംഗ്. നമുക്ക് ഇന്ന് മാർക്കറ്റിൻ്റെ അനാലിസിസ് നോക്കാം. ഇന്നലെ മാർക്കറ്റിന് എന്താണ് സംഭവിച്ചത്, അതുപോലെ തന്നെ ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ലെവൽസ് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് നോക്കി പോവാം. ഓക്കെ, നമ്മൾ ഗോൾഡിൻ്റെ അനാലിസിസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഗോൾഡിൽ ഇന്നലെ എന്താണ് സംഭവിച്ചത്, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത റീജിയൻസ് കുറച്ച് വന്നായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ അനാലിസിസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു നല്ലൊരു ബെയറിഷ് ആയിട്ടുള്ളൊരു മൊമെൻറ്റം ആയിരിക്കാൻ വരാൻ സാധ്യതയുണ്ടെന്ന്. അപ്പോൾ അങ്ങനെ തന്നെയാണ് ഗോൾഡ് ഇന്നലെ പെർഫോം ചെയ്തത്. നമുക്ക് നോക്കിയാൽ അറിയാം, ഇന്നലത്തെ ക്ലോസിങ് ഏകദേശം നമ്മൾ വിചാരിച്ച പോലെയല്ല, 60-ൽ പോയാണ് ക്ലോസ് ചെയ്തത്. രാത്രി ഒരു നമ്മൾ വീഡിയോ ചെയ്തതിന് ശേഷം മാർക്കറ്റ് നല്ല രീതിയിലൊന്ന് താഴേക്ക് വന്നു. അതിനുശേഷം വീണ്ടും ക്ലോസ് ചെയ്തത് മുകളിൽ തന്നെയാണ്. അവിടെ നിന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് നേരെ നമ്മളുടെ റെസിസ്റ്റൻസ് പോയിന്റിലേക്ക് ഡയറക്റ്റ് പോയി. അത് ഏകദേശം മിഡ് നൈറ്റ് നമ്മളുടെ ഇവിടെ 3 o'clock 3:30 ആയപ്പോഴാണ് ആ ഒരു സ്പേസ് എത്തിയത്. അവിടെ നിന്ന് ഫോളാണ് സ്റ്റാർട്ട് ചെയ്തത്. നമ്മൾ ഒരു 9 o'clock മുതൽ ഒരു റേഞ്ച് ബൗണ്ട് ആയിട്ടുള്ള ട്രേഡായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. അതിൻ്റെ ഇടയിൽ ചെറിയൊരു അപ്സൈഡ് വന്നായിരുന്നു. 60 വരെ ഒന്ന് പോയായിരുന്നു. അവിടെ നിന്ന് പിന്നെയും ആ ഒരു റേഞ്ചിൻ്റെ അകത്ത് ട്രേഡ് ചെയ്ത് നിന്നു. 5 o'clock പ്രീ മാർക്കറ്റ് US പ്രീ മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോഴത്തേക്കും നല്ലൊരു 40-45 പോയിൻറ്റ്സിൻ്റെ മൂവ്മെൻറ്റും താഴേക്ക് വന്നൊരു 30 മിനിറ്റ്സിൻ്റെ ക്യാൻഡലിൽ. പിന്നെ അവിടെ നിന്ന് ഫർദറായിട്ടുള്ള ഫോള് ഉണ്ടായിരുന്നു. 64 വരെ താഴേക്ക് പോയി. നമ്മളപ്പോൾ കഴിഞ്ഞ വീഡിയോയിലായിക്കോട്ടെ, അതിൻ്റെ മുന്നത്തെ വീഡിയോയിലായിക്കോട്ടെ, ബയ്യേഴ്സ് പ്രൊട്ടക്റ്റ് ചെയ്യാവുന്ന സ്ഥലം നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ബയ്യേഴ്സ് അവരുടെ പൊസിഷൻസ് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള സ്ഥലമാണ് ഈ പറയുന്ന റീജിയൻ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോക്കിയറിയാം, അതേ സ്പേസിൽ നിന്ന് തന്നെയാണ് മാർക്കറ്റ് ബൗൺസ് ബാക്ക് ചെയ്തത്. പിന്നെ സ്ലോലിയാണ് തിരിച്ച് താഴേക്ക് വന്നത്. നമ്മൾ മാർക്കറ്റിൽ അനാലിസിസ് ചെയ്യുന്ന നേരത്ത് രണ്ട് സൈഡിലും ബയ്യേഴ്സ് എവിടെയായിരിക്കും നിൽക്കുന്നത്, സെല്ലേഴ്സ് എവിടെയായിരിക്കും നിൽക്കുന്നത് മനസ്സിലാക്കുക. അതിനുശേഷം ബെസ്റ്റ് പ്ലാൻ എന്താണെന്നുള്ളത് നോക്കിയിട്ട് അത് മാത്രം ചെയ്താൽ മതി. രണ്ട് സൈഡിലും ട്രേഡ് എടുക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. കിട്ടുവാണെങ്കിൽ മാത്രം നമ്മൾ ആ രണ്ട് സൈഡിൽ ട്രേഡ് എടുത്താൽ മതി. ഇല്ലെന്നാണെങ്കിൽ നമ്മൾ ബെസ്റ്റ് ഓപ്ഷൻ എന്താണ് അത് മാത്രം നോക്കിയാൽ മതി. ഇന്നത്തെ ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇന്നിപ്പോൾ ഏഷ്യൻ സെഷൻ, നമ്മളിപ്പോൾ ഏഷ്യൻ സെഷനിലാണ് നിൽക്കുന്ന വീഡിയോ ചെയ്യുമ്പോൾ. അപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് താഴെയായിട്ടാണ് ഓപ്പൺ ചെയ്തത്. 884-ലാണ് ഓപ്പൺ ചെയ്തത്. അവിടെ നിന്ന് ഒരു അപ്സൈഡ് വന്നു. 508-ലാണ് ഹൈ പോയേക്കുന്നത്. അവിടെ നിന്ന് വീണ്ടും തിരിച്ച് താഴേക്ക് വന്നു. 56 വരെ ലോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നലെ നമ്മൾ സെക്കൻഡ് US മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിൻ്റെ സെല്ല് പ്ലാൻ ചെയ്തത് 1550-ലായിരുന്നു. 1550-ന്ന് നമുക്ക് സ്ലൈറ്റ്ലി ചെറിയൊരു $1 ഡിഫറൻസിനാണ് നമുക്കത് മിസ്സായി പോയത്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ അത് ആ റേഞ്ചിലോട്ട് വീണ്ടും 2-3 വട്ടം വന്നെങ്കിലും അത് ആ പൊസിഷൻ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല. പൊസിഷൻ നമുക്ക് മിസ്സായിപ്പോയി. ബട്ട് നമ്മൾ ഇന്നും എക്സ്പെക്റ്റ് ചെയ്യുന്ന റേഞ്ച് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. 15-16 റേഞ്ചിലേക്ക് തിരിച്ച് കയറി വരിക എന്നുള്ളതാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇനീഷ്യലി സെല്ല് നോക്കാവുന്ന സ്ഥലം 500-ആണ്. 4500 നിന്ന് ഇനീഷ്യലി സെല്ല് പ്ലാൻ ചെയ്യാവുന്നതാണ്. ബട്ട് ബെസ്റ്റ് പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 to 14 റേഞ്ച് ആയിരിക്കും. നമ്മൾ ഇവിടെ ആയിരിക്കും, ഈ ഒരു പൊസിഷനാണ് നല്ല രീതിയിൽ ട്രേഡ് നടക്കാൻ സാധ്യത. ഇവിടെ വോളിയം കുറവുള്ളത് നിങ്ങൾക്ക് കാണാം. ഈ വോളിയം കുറവുള്ള സ്ഥലത്തേക്ക് വരുമ്പോൾ തന്നെ മാർക്കറ്റ് വീണ്ടും തിരിച്ച് താഴേക്ക് വരുത്താനുള്ള സാധ്യത കൂടുതലാണ്. സെല്ലേഴ്സ് അവരുടെ പൊസിഷൻസ് പ്രൊട്ടക്റ്റ് ചെയ്യും. കാരണം ഇവിടെ നിന്ന് സെല്ലേഴ്സാണ് അധികം എൻ്റർ ചെയ്തേക്കുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു പൊസിഷൻ മാക്സിമം പ്രൊട്ടക്റ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് സ്റ്റോപ്പ് ലോസ് അതുപോലെ തന്നെ പ്ലേസ് ചെയ്യേണ്ടത് നമ്മൾ ഇന്നലെ പ്ലാൻ ചെയ്ത പോലെ തന്നെ 2930-യുടെ മുകളിലായിട്ട് സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്യുക. മാക്സിമം റിസ്ക് റിവാർഡ് നമ്മൾ എടുക്കാൻ വേണ്ടിയാണ് ഏറ്റവും മുകളിൽ പോയതിന് ശേഷം സെല്ല് ചെയ്യാൻ പറയുന്നത്. ഇവിടെ നിന്ന് നമുക്ക് സെല്ലിങ് കിട്ടിയാൽ അത്രയും നല്ലത്. ഇവിടെ നിന്ന് സെല്ലിങ് കിട്ടിയാൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് കുറച്ചും കൂടി കയറ്റി വെച്ചാലും കുഴപ്പമില്ല. 23 പോയിൻറ്റ്സ് വരെ നമുക്ക് TP നോക്കാവുന്നത് വലിയ പോയിൻറ്റ്, ഒരു 40 പോയിൻറ്റ്സിൻ്റെ TP നോക്കുക 1:2 റേഷ്യോയിൽ കിട്ടും. ഇതിൻ്റെ താഴേക്ക് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് പോകാവുന്നതാണ്. നിങ്ങൾക്ക് സ്വിംഗ് ട്രേഡ് ചെയ്യുന്നവർക്ക് ഹോൾഡ് ചെയ്ത് നോക്കാവുന്നതാണ്. ബട്ട് ഇത്രയും നമ്മൾ ഇൻട്രാഡേയിൽ പ്ലാൻ ചെയ്യുന്ന ആൾക്കാർ ഇൻട്രാഡേയിൽ മാത്രം പ്ലാൻ ചെയ്യുക. സ്വിങ്ങിലോട്ട് പോകേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് ഇൻട്രാഡേയിൽ തന്നെ ഒരു 30-40 പോയിൻറ്റ്സ് കിട്ടുവാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പോയിൻ്റ് നമുക്ക് ഇനീഷ്യലി നോക്കാം. രണ്ടാമത് നമ്മൾ ഇത് പ്ലാൻ ചെയ്യാം. ഇങ്ങനെ 2 പോയിൻറ്റ്സാണ് നമുക്ക് ഗോൾഡിൽ ഇന്ന് മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. സെല്ല് മാത്രം പ്ലാൻ ചെയ്താൽ മതി. ഇനി താഴേക്ക് വന്നു കഴിഞ്ഞാൽ എവിടെ വരെ വരാം എന്നുള്ളതാണ് അടുത്ത് നോക്കാൻ പോകുന്നത്. ഇവിടെ ഇനീഷ്യലി ഒരു
ഇവിടെ തന്നെയാണ് വീണ്ടും സപ്പോർട്ട് ചെയ്തേക്കുന്നത്. അതിൻ്റെ താഴേക്ക് പോയേക്കുന്നത് ഇന്ന് പോയേക്കുന്ന റേഞ്ച് എന്ന് പറഞ്ഞാൽ 4456 സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ബേസിക്കലി നല്ലൊരു സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് 4432 മുതൽ 4420 റേഞ്ച് വരെയുള്ള സ്പേസാണ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ നോക്കുന്നത്. ഇതും ഫർദറായിട്ട് ബ്രേക്ക് ചെയ്താൽ മാത്രമേ 383 റേഞ്ച് വരെയൊക്കെ പോകത്തുള്ളൂ. അപ്പോൾ ഈ ഒരു സ്പേസ് എന്തായാലും ബയേഴ്സ് പ്രൊട്ടക്റ്റ് ചെയ്യും ഇനീഷ്യലി. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ബൈ പ്ലാൻ ചെയ്യുന്നെങ്കിൽ പോലും സ്കാൽപ്പ് പോകുക, മൊത്തം തിരിച്ച് ഇവിടെ വരെ കയറുമെന്ന് പ്രതീക്ഷിക്കരുത്, സ്കാൽപ്പ് മാത്രം പോകുക. ഓക്കെ, ദെൻ ബൈ.